നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ഇൻവെസ്റ്ററിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അവയർനെസ് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് പേർക്ക് അറിയാം, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഗോൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ സ്വർണം വാങ്ങി വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കാം. അതിന് വേണ്ടി ഒന്നെങ്കിൽ പൈസ ഒന്നിച്ച് ചേർത്ത് വെക്കുന്നവരായിരിക്കാം ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അതൊരു പക്ഷേ കല്യാണമായിരിക്കാം, മറ്റേതെങ്കിലും ഫംഗ്ഷൻസ് ആയിരിക്കാം, മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ അത് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, സ്വർണ്ണത്തിൽ നമ്മൾ കുറേശ്ശെ പൈസ നമ്മൾ കൂട്ടി നമ്മുടെ കയ്യിൽ വെക്കുന്നതിനേക്കാളും മെച്ചം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ സ്വർണ്ണത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് മറ്റ് മാർഗ്ഗങ്ങൾ ചെയ്തു വെക്കാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ നമ്മുടെ കയ്യിൽ ചെറിയ എമൗണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർണമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ജ്വല്ലറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും വളരെ വലിയ എമൗണ്ട് വേണം ടോട്ടലായിട്ട് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ വിലക്കുറവാണ് എങ്കിലും നമ്മുടെ കയ്യിൽ സ്വർണം വാങ്ങാൻ പൈസ ഇല്ല, ഫുള്ള് ഓർണമെൻറ്റ്സ് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, നമുക്ക് മറ്റു മാർഗ്ഗങ്ങളിൽ ഇത് നിക്ഷേപിച്ചതിന് ശേഷം, എക്സാക്റ്റായിട്ട് ഗോൾഡിൽ തന്നെ നിക്ഷേപിച്ചതിന് ശേഷം നമുക്ക് അത് വലുതായി ആ ഓർണമെൻറ്റ്സ് വാങ്ങാൻ പാകമായിട്ടുള്ള എമൗണ്ട് ആകുന്ന സമയത്ത് നമുക്കത് വിറ്റതിന് ശേഷം നമുക്ക് കടയിൽ പോയി ഓർണമെൻറ്റ്സ് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഒരു നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഓർണമെൻറ്റ്സ് വാങ്ങി വെക്കുന്നവർക്കും തീർച്ചയായിട്ടും അതിലും ബെറ്റർ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോയി അതെന്തൊക്കെയാണ് എന്നൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇഷ്കിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഓർണമെൻറ്റ്സും വാങ്ങാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഇയറിങ്സ് നമ്മൾ നോക്കുവാണ്. ഒരു ഡയമണ്ടിൻ്റെ ഇയറിങ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആ ഒരു ഇയറിങ്സിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. 39,719 രൂപയാണ് ഈ ഒരു ഇയറിങ്സ് വാങ്ങുന്നതിന് വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഇയറിങ്സ് വാങ്ങാൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോഴേ ഇത്ര എമൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മറ്റ് ആൾട്ടർനേറ്റീവ് ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഇത് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അതല്ല, നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിക്കാനല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പർപ്പസിലാണ് നിങ്ങൾ ഈ ഒരു ജ്വല്ലറീസ് വാങ്ങി വെക്കുന്നുണ്ടെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, മറ്റ് ആൾട്ടർനേറ്റീവ് ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വാങ്ങാനുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പ്രൈസ് ബ്രേക്കപ്പിലേക്ക് വരുമ്പോഴത്തേന് ഈ ടോട്ടലായിട്ട് 39,719 രൂപ എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ഇവിടെ ടോട്ടലായിട്ട് വരുന്നത്. ഇവിടെ GST ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മേക്കിംഗ് ചാർജ് ഉണ്ട്. മേക്കിംഗ് ചാർജ് 8,253 രൂപ മേക്കിംഗ് ചാർജ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് ടോട്ടലായിട്ട് 39,719 രൂപ ജസ്റ്റ് ഈ ഒരു ഇയറിങ്സിൽ വരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഇവിടെ മേക്കിംഗ് ചാർജൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പർപ്പസിലൊക്കെ ഉള്ളവർക്ക് മറ്റ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മൾ ആകെപ്പാടെ ചെയ്യേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഉദ്ദേശമാണെങ്കിലും അതല്ല, ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നാലും ഫ്യൂച്ചറിൽ നമുക്ക് നിർബന്ധമായിട്ട് ഓർണമെൻറ്റ്സ് വാങ്ങിയേ ഉള്ളൂ എന്നുള്ളവർക്കും തീർച്ചയായിട്ടും ഇപ്പോൾ മാർക്കറ്റിൽ നല്ല വിലക്കുറവാണെങ്കിൽ ആ ഒരു വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ എന്താണ് നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളത്? ഒരു ഡിമാറ്റ് അക്കൗണ്ട് മതി. ഞാനിവിടെ അപ്സ്റ്റോക്സിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്സ്റ്റോക്സിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഈ ഒരു അക്കൗണ്ട് AMC 0 ആണ്. നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നതിന് ഫസ്റ്റ് ഇയർ AMC 0 ആണ്. അതുപോലെ തന്നെ ബ്രോക്കറേജ്, മ്യൂച്വൽ ഫണ്ടിലും IPOയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ബ്രോക്കറേജ് 0 ആണ്. അതുപോലെ തന്നെ ബാക്കി സ്റ്റോക്കൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ 20 രൂപ വരെയാണ് മാക്സിമം വരുന്നുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ബ്രോക്കറേജ് തന്നെയാണ്, വളരെ വലിയൊരു പ്ലാറ്റ്ഫോമുമാണ്. ഇവിടെ നമുക്ക് നല്ല ആപ്ലിക്കേഷനിൽ 4.5+ റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ബാക്കപ്പിൽ കിടക്കുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ്. നമുക്ക് നല്ല വാല്യൂ ആണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് 100 രൂപയ്ക്ക് വേണ്ടിയാണെങ്കിലും വാങ്ങിച്ചു വെക്കാൻ സാധിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു ജ്വല്ലറി വാങ്ങണമെങ്കിൽ ആ ജ്വല്ലറി വാങ്ങാം. ആ ഒരു സമയത്ത് ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ വാങ്ങിച്ച സാധനം ആ ഒരു പ്രൈസിൽ നമ്മൾ വിറ്റതിന് ശേഷം ആ പൈസ എടുത്ത് ജ്വല്ലറി പോയി ഓർണമെൻറ്റ്സ് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ETF-കളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനപ്പോൾ ആദ്യം ജസ്റ്റ് ഇവിടെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, ഗോൾഡിൻ്റെ ETF-കൾ കിട്ടും. അപ്പോൾ നേരിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല മികച്ചൊരു മാർഗ്ഗമാണ് ഗോൾഡിൻ്റെ ETF-കൾ. ഇപ്പോൾ ഗോൾഡ് ബീസ്, ഗോൾഡ് ETF, ഗോൾഡ് ആക്സിസ് എന്നൊക്കെ പറഞ്ഞ് പല ETF-കൾ കിട്ടും, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഈ ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞാൽ നിപ്പോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്, ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ ICICI-യുടെയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നല്ല
വാലുവേഷൻ ഒത്തിരി ട്രേഡിംഗ് വോളിയം ഉള്ള ഒരു ETF എടുക്കുക. അതിൻ്റെ അകത്ത് ഇതിൻ്റെ പ്രൈസ് നമുക്കിവിടെ ചാർട്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ കാണാൻ സാധിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് എങ്ങനെയാണോ ഓടുന്നത് അതേ രീതിയിലായിരിക്കും നമ്മൾ മാർക്കറ്റിൽ ജ്വല്ലറിയിൽ കൂടുകയും കുറയുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ ഇവിടെയും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം എക്സാക്റ്റ് ആയിട്ട് അവിടെ കൂടി നിൽക്കുന്ന സമയത്ത് ഇവിടെയും കൂടുതലായിരിക്കും, അവിടെ കുറഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടെയും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പുറമേ വിലക്കുറവ് തോന്നുന്ന സമയത്ത് ഇവിടെ വന്ന് ഈ ഗോൾഡ് പീസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അത് ഒരു ക്വാണ്ടിറ്റി വാങ്ങാൻ വേണ്ടി 125 രൂപ മാത്രം മതി. അപ്പോൾ നമുക്ക് 50,000 രൂപ 1 ലക്ഷം രൂപയുടെ ഓരോ ഓർണമെൻറ്റ്സ് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പ്രൈസ് ഒത്തിരി കൂടിപ്പോയേക്കാം. അപ്പോൾ ഇപ്പോഴേ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഈ ഒരു വിലക്കുറവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂവിൽ നിങ്ങൾ കുറേശ്ശെ ബൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബൈ കൊടുക്കുന്നു. ബൈ കൊടുത്തിട്ട് നമുക്ക് ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി, നമ്മളിപ്പോൾ 10 ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 ക്വാണ്ടിറ്റി ഇവിടെ മാർക്കറ്റ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ വാല്യൂ എത്രയാണോ ആ ഒരു വാല്യൂവിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഒരു ക്വാണ്ടിറ്റി 125 രൂപയ്ക്ക് ഒരു ക്വാണ്ടിറ്റി ഇപ്പോൾ നിലവിൽ ഗോൾഡിൻ്റെ പ്രൈസ്, അത് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും ഇത് ട്രേഡിങ് റൺ ആകാൻ തുടങ്ങും. ആ ഒരു സമയത്ത് 125 ചിലപ്പോൾ 126 ആകാം, 124 ആകാം. അതേ ഇൻറ്റു 10 ക്വാണ്ടിറ്റി 1250 രൂപ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ 10 ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നതിന് 1251 രൂപയാണ് വേണ്ടത്. ഫണ്ട് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ജസ്റ്റ് റെഗുലർ എന്നത് സെലക്ട് ചെയ്തു, ഡെലിവറി ലോങ് ടൈം സെലക്ട് ചെയ്തു, എത്ര ക്വാണ്ടിറ്റി വാങ്ങണം, എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും വാങ്ങാം. വളരെ ചെറിയ പോർഷൻ ആയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. 10 രൂപ വേണമെങ്കിൽ 10 ക്വാണ്ടിറ്റി വാങ്ങാം. 125 1251 രൂപയാണ് അപ്രോക്സിമേറ്റ് വരുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം മാർക്കറ്റ് എടുത്തതിന് ശേഷം ജസ്റ്റ് ബൈ എന്നുള്ളത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് പർച്ചേസ് ആവും മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിലാണെങ്കിൽ. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ഗോൾഡ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കിടക്കും. അപ്പം അത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജ്വല്ലറി വാങ്ങി വെക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം ഇതാണ്. മേക്കിംഗ് ചാർജ് ഒന്നും കൊടുക്കുകയും വേണ്ട, സേഫ്റ്റിയും പ്രൊട്ടക്ഷനും ഇതൊന്നും ഒരു ലോക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. ഗോൾഡ് ETF പർച്ചേസ് ചെയ്ത് വെക്കാം. അതല്ല ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ഓർണമെൻറ്റ്സ് വാങ്ങാനാകുന്ന സമയത്ത് ഇതിൻ്റെ വില കൂടുകയാണെങ്കിൽ ആ കൂടിയ വിലയിൽ നിങ്ങൾ ഇവിടെ തന്നെ വിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റും ക്യാപിറ്റലും കൂടെ കൂടി ജ്വല്ലറി പോയി പർച്ചേസ് ചെയ്യാം. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പ്രൈസിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. വേണമെങ്കിൽ 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം, 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം, 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം, 50,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്ത് പോകാം. ഓരോ തവണയും വരുന്നു, ഓപ്പൺ ആക്കുന്നു, 10 ക്വാണ്ടിറ്റി 100 ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് പർച്ചേസ് ചെയ്ത് വലുതാകുന്നു. അതല്ലാതെ നമുക്ക് SIPകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ SIPകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോഴത്തേനും ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. നമുക്ക് ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇവിടെ ഗോൾഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ട് HDFCയുടെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, നിപ്പോണിൻ്റെ ഉണ്ട്. ഓരോ കമ്പനികളിലെയും താഴോട്ട് കിട്ടും. ഞാൻ ജസ്റ്റ് HDFCയുടെ ഓപ്പൺ ആക്കുവാണ്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. താഴെ കിടക്കുന്നുണ്ട് ഈ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ്. ഇത് 2013 സ്റ്റാർട്ട് ചെയ്ത ഫണ്ടാണ്. 13 വർഷം കഴിഞ്ഞു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും വാങ്ങിയിട്ട് വെക്കാം. നോ ലോക്കിൻ ആണ്. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ 0.2% ഉള്ളൂ. വളരെ ചെറിയ എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പോൾ ഗോൾഡിൻ്റെ ആണ് ബെഞ്ച് മാർക്ക് വരുന്നത്. ഫണ്ട് ഗ്രോത്ത് ആണ്. അതായത് 15 ദിവസത്തിനുള്ളിൽ വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു 1% പെനാൽറ്റി വരുള്ളൂ. അതല്ല 15 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് വാങ്ങി 15 ദിവസം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫണ്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. നമുക്കിവിടെ ഈ ഒരു ഫണ്ടിൽ 5 വർഷം മുമ്പ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് കിട്ടിയേനെ? ഈ ഒരു എമൗണ്ട് 1000 രൂപ ഇട്ടതാണെങ്കിൽ 3087 ആയെന്നെ. 25 രൂപ വെച്ച് 25% വെച്ച് കൂടിയേനെ. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഏറ്റവും നല്ലൊരു അവസരമാണ് ഇവിടെ കിടക്കുന്നത്. 3 വർഷത്തിലാണ് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് 35% വെച്ച് ഓരോ വർഷവും CAGR കിട്ടിയേനെ. ഓൾ ടൈം ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് 11.25% വെച്ച് കിട്ടിയാണ്. FD എത്രയാണ് കിട്ടുന്നത്? 7%. നമുക്ക് ഒരു മാസം നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എത്രയാണ്? ഈ ഒരു ഫണ്ട് 156%. അപ്പോൾ ഒരു മാസത്തെ ഒന്നും എക്സാക്റ്റ് റിട്ടേൺ ആയിട്ട് നോക്കരുത്, അത് കൂടുതലാണ് കാണിക്കത്തുള്ളൂ. 6 മന്തിൽ എത്രയാണ്? നമുക്കൊരു നെഗറ്റീവ് റിട്ടേൺ ആണ്. അതിൻ്റെ അർത്ഥം 6 മാസത്തിൽ നമുക്കൊരു വിലക്കുറവിൽ തന്നെയാണ് സ്വർണ്ണം കിട്ടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് 1 ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 1 ടൈമിൽ പോയിട്ട് മ്യൂച്വൽ ഫണ്ട് വഴിയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് 100 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എത്ര എമൗണ്ട് ആണോ ആഡ് ചെയ്യേണ്ടത്? 100 എങ്കിൽ 100, 1000 എങ്കിൽ 1000 അടിക്കുക, റിവ്യൂ എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ 1000 രൂപ ഇവിടെ പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഓർഡർ പ്ലേസ് ആവും. നമ്മുടെ അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗോൾഡ് ഈ രീതിയിൽ വാങ്ങാം. അതല്ല നമുക്ക് SIP ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് ഓപ്പൺ ആക്കാനൊന്നും താല്പര്യമില്ല. എല്ലാ മന്ത്ലിയിലും കുറേശ്ശെ ഗോൾഡ് വാങ്ങാനാണ് താല്പര്യമെങ്കിൽ ജസ്റ്റ് ഇവിടെ SIP എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ മന്ത്ലിയിലും
16-ാം തീയതി എങ്കിൽ 16-ാം തീയതി, നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ എത്രയാണെങ്കിലും നമ്മൾ SIP ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ജസ്റ്റ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ എത്ര എമൗണ്ട് ആണോ, ഞാനൊരു 5000 രൂപ വെച്ചാണ് മന്ത്ലിയിൽ SIP ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനിവിടെ 5000 രൂപ എന്ന് പറഞ്ഞ് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ മന്ത്ലി എല്ലാ മാസവും കട്ടാകും. 16-ാം തീയതിയാണ് കട്ടാകുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്കത് വിൽക്കാം. പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് കട്ടാകേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതും കൂടെ പേ നൗ കൊടുത്ത് പേയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കും. എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാനല്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഗോൾഡ് വാങ്ങി നിങ്ങളുടെ കയ്യിൽ വെക്കുന്നതെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ ETF പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ വന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജ്വല്ലറി വാങ്ങണം എന്നൊരാഗ്രഹമുള്ള ആളാണ്. ഇപ്പം നിങ്ങൾക്ക് സ്വർണം വിലക്കുറവാണെന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പം ആ ഉള്ള പൈസയ്ക്ക് നിങ്ങൾക്ക് സ്വർണം വാങ്ങിച്ചു വെക്കാം. അതിനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF വഴി ഗോൾഡ് വാങ്ങിച്ചു വെക്കുക, സെയിം ആയിട്ട് വാങ്ങിച്ചു വെക്കുക. എത്ര എമൗണ്ടാണ് കയ്യിലുള്ളത് അത്രയത്തിന് വാങ്ങിച്ചു വെക്കുക. അതിനുശേഷം ഫ്യൂച്ചറിൽ എന്നാണോ അത് ജ്വല്ലറി ആക്കി മാറ്റേണ്ടത് ആ ഒരു സമയത്ത് ഇതിനെ സെല്ല് ചെയ്യുക. അതിനുശേഷം ആ ഒരു പൈസ ടോട്ടലായിട്ട് എടുത്ത് ജ്വല്ലറി വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഒരിക്കലും ആരും ഇങ്ങനെ വിചാരിക്കരുത്, നമുക്ക് സ്വർണം വാങ്ങാൻ ഒരുപാട് പൈസ വേണം എന്ന് ഒരിക്കലും വിചാരിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജ്വല്ലറി വാങ്ങിച്ചു വെക്കുന്ന ഒരബദ്ധം ചെയ്യാതിരിക്കുക. അതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്സ്റ്റോക്സിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഓർത്തിരിക്കുക, ജസ്റ്റ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിൽ മാത്രമല്ല ബാക്കിയുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കുകളിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനുമുള്ള അവസരങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ നോർമൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുക. അപ്പം കുറേ പേർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാം. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.